കർത്താവിൽ പ്രിയരെ, ഇത് ഡിവൈൻ ഗോസ്പൽ ആൻഡ് ഹീലിംഗ് മിനിസ്ട്രി. എൻ്റെ പേര് മാത്യു തോമസ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം റോമാലേഖനം 9-ാം അധ്യായം 17-ാം വാക്യം. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ. ആമേൻ, സ്തോത്രം. സഹോദരങ്ങളെ, ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. സർവശക്തനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗ്ഗരാജാവേ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവുമായ കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ഒരു നിമിഷം കൂടി ഞങ്ങൾ ഇരിക്കട്ടെ. ആവശ്യമായ ദൂതനെ ഇന്ന് നൽകി ഓരോരുത്തരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുവാൻ അടിൻ്റെ നാവോടുകൂടിയും അടിൻ്റെ ഹൃദയത്തോടുകൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ വചനം സംസാരിക്കുവാൻ തക്കോണം അടിനെ ബലപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. കേൾക്കുന്നതായ നിൻ്റെ മക്കൾക്കത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കോണം, അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തക്കോണം, തിരുഹിത പ്രകാരം ജീവിപ്പാൻ തക്കോണം അവരെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നാം വായിച്ചു കേട്ടതായ വേദഭാഗം ഒരു പ്രാവശ്യം കൂടി ഞാനിവിടെ വായിക്കട്ടെ. ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ. സഹോദരങ്ങളെ, നാം ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലമൊക്കെയും പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. പുറപ്പാട് പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ, 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെയും കാണുവാൻ സാധിക്കും. യഹോവയായ ദൈവം മോശയെ മിസ്രൈമിലേക്ക് അയക്കുന്നു. മോശ ഫറവോൻ്റെ മുമ്പിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ കൽപ്പന അറിയിക്കുകയാണ്. ദൈവം ഇപ്രകാരം കൽപ്പിക്കുന്നു: എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. എന്നാൽ ഫറവോൻ ഇത് കേട്ട് അല്പം ആകുല ചിന്തയോടുകൂടി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഇസ്രായേലിനെ വിട്ടയക്കുവാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആർ? ഞാൻ യഹോവയെ അറിയയില്ല, ഇസ്രായേലിനെ വിട്ടയക്കുമില്ല എന്ന് ഇതാ മോശയോട് ഫറവോൻ കൽപ്പിക്കുകയാണ്. എന്നാൽ നാം ചിന്തിക്കണ ഒരു നിമിഷം, മോശയെ അയച്ചത് യഹോവയായ ദൈവമാകുന്നു. യഹോവയെ നിന്ദിച്ചപ്പോൾ ഇതാ ദൈവം മോശയിൽ കൂടി പ്രവർത്തിക്കുവാൻ തുടങ്ങുകയാണ്. മോശയോട് പറഞ്ഞു, നിൻ്റെ കയ്യിലിരിക്കുന്ന വടി താഴേക്ക് ഇടുക എന്ന്. അതാ അവിടെ ഒരു സർപ്പമായി ആ വടി തീരുന്നു. പെട്ടെന്ന് ഫറവോന് അല്പം പ്രയാസത്തിലായി. ഇതാ വലിയൊരു സർപ്പം. ഇതാ ഫറവോൻ തൻ്റെ മന്ത്രവാദികളെയെല്ലാം വിളിച്ചു വരുത്തുന്നു കൊട്ടാരത്തിലേക്ക്. ആ സർപ്പം എങ്ങനെ അവരുടെ കയ്യിലിരുന്ന മോശയുടെ കയ്യിലിരുന്ന വടി എങ്ങനെ സർപ്പമായി തീർന്നു, അതുപോലെ മന്ത്രവാദികൾക്കും ചെയ്യുവാൻ സാധിച്ചു. ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെടുകയാണ്. എന്നാൽ വീണ്ടും ഇതാ മോശ അടുത്ത അത്ഭുതം കാണിക്കുവാൻ തുടങ്ങുകയാണ്. നദിയിലെ വെള്ളത്തിന്മേൽ അടിച്ചപ്പോൾ ഇതാ അത് രക്തമായി തീരുന്നു. അപ്രകാരം തന്നെ തൻ്റെ മന്ത്രവാദികൾക്കും അത് ചെയ്യുവാൻ സാധിക്കുന്നു. വീണ്ടും ഇതാ മോശ തൻ്റെ കയ്യിലിരുന്ന വടി എടുത്തിട്ട് നദിയുടെ മേലൊന്ന് നീട്ടിയപ്പോൾ ഇതാ അവിടെ തവളയെ കൊണ്ട് ദേശം മുഴുവൻ നിറയുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ മന്ത്രവാദികൾക്കും ചെയ്യുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും ഫറവോൻ്റെ ഹൃദയം അങ്ങനെ കഠിനപ്പെടുകയാണ്. ഈ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും മോശ പറയുന്നത് ഫറവോൻ അനുസരിക്കുകയില്ല. കാരണം ഇസ്രായേൽ ജനം മിസ്രൈമിലെ അടിമത്തത്തിൽ കഴിയുകയാണ്. ഈ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാൻ മോശ അവിടേക്ക് കടന്നു വരുമ്പോൾ മോശ പറയുന്നതൊന്നും ഫറവോന് കേൾക്കേണ്ട ആവശ്യമേ ഇല്ല. വീണ്ടും ഇതാ മോശ ഒരത്ഭുതം കൂടെ കാണിക്കുന്നു. നിലത്തെ പൊടിമേൽ തൻ്റെ വടി കൊണ്ടൊന്ന് അടിച്ചപ്പോൾ ഇതാ ദേശം മുഴുവൻ പേൻ കൊണ്ട് നിറയുകയാണ്. നമുക്കറിയാം, ഒരു ചെറിയ ഉറുമ്പ് നമ്മുടെ ശരീരത്തോടി കയറി വന്നാൽ എത്രമാത്രം ഇറിറ്റേഷൻ നമുക്കുണ്ടാകുന്നു. എങ്കിൽ പിന്നെ പേൻ്റെ കാര്യം പറയണമോ? എന്നാൽ ഇവിടെ ഒരു സംഭവം നടക്കുന്നു. ഈ മന്ത്രവാദികൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുവാൻ കഴിയുന്നില്ല. അപ്പോൾ മന്ത്രവാദികൾ ഒരു തീരുമാനമെടുത്തു: ഇത് മോശയുടെ വാക്കല്ല, മോശയുടെ പ്രവർത്തനമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് എന്ന്. അതുകൊണ്ട് അവർ വിളിച്ചു പറയുകയാണ്:
ഫറവോനെ അറിയിക്കുകയാണ് ഇത് ദൈവത്തിൻ്റെ വിരലാകുന്നുവെന്ന്. ജനത്തെ വിട്ടയക്കുക, ദൈവകോപമാണിതെന്ന് മന്ത്രവാദികൾ പോലും ഫറവോനെ അറിയിച്ചിട്ടും ഫറവോൻ്റെ ഹൃദയം അല്പം പോലും അനുകമ്പയായി തീർന്നില്ല. അത് പിന്നെയും കഠിനപ്പെടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ ഫറവോൻ്റെ ശക്തിയും അധികാരവും ലോകത്തോട് തന്നെയല്ല, പിന്നെ ദൈവത്തോടുള്ള ഒരു മത്സരമായി മാറുകയാണ്. ഒരു നിമിഷം കൊണ്ട് തന്നെ ഫറവോനെയും തൻ്റെ കൊട്ടാരത്തെയും അതിലുള്ളവരെയും തൻ്റെ ശക്തി കേന്ദ്രമായ പട്ടാളത്തെയും ഒക്കെയും നശിപ്പിക്കുവാൻ ദൈവത്തിന് കഴിവില്ലാഞ്ഞിട്ടല്ല, പിന്നെയോ ദൈവം ആരെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഫറവോനെ ദൈവം എടുത്തുപയോഗിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വേദഭാഗത്ത് പറയുന്നു, ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ. പ്രിയ സഹോദരങ്ങളെ, ഫറവോൻ്റെ ഹൃദയം കഠിനമായതുപോലെ നാം മറന്നു പോകരുത്. വചനം കേൾക്കുന്തോറും ഹൃദയം കഠിനമാക്കുന്ന അനേകർ ഈ ലോകത്തിലുണ്ട്. അനേകർ പട്ടുപോകുന്നിടത്ത് ഒരു പോറൽ പോലും ഏൽക്കാതെ ഇന്ന് നമ്മെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ വെളിപ്പെടേണ്ടതിനാണ് എന്ന് നാം ഒരു നിമിഷമെങ്കിലും ഗ്രഹിക്കുമോ, ചിന്തിക്കുമോ, മനസ്സിലാക്കുമോ? സഹോദരങ്ങളെ, ഇനി ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കി പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ ബൈബിൾ എന്നത്. അത് എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ഒരു വ്യക്തിയെ നിത്യതയിൽ എത്തിക്കുവാൻ ആവശ്യമായതെല്ലാം അതിലടങ്ങിയിരിക്കുന്നു. അത് ചെയ്യുക, അത് ചെയ്യരുത് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന നിയമസംഹിതയാണ് ബൈബിൾ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കയ്യിൽ ഒരു ടൂളാണ്, നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു ടൂളാകുന്നു ഇത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം, ഇതൊരു ടൂളാണോ എന്ന്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. താക്കോലില്ലാതെ അടച്ചിട്ടിരിക്കുന്ന ഒരു വാതിൽ തുറക്കുവാൻ നമുക്ക് കഴിയുമോ? അങ്ങനെ കഴിയാത്തതുപോലെ, അല്ലെങ്കിൽ അങ്ങനെ കഴിയുന്നത് പോലെ ഒരു താക്കോൽ ഉപയോഗിച്ച് നമുക്ക് വീടിൻ്റെ എല്ലാ പൂട്ടിയിട്ടിരിക്കുന്ന കതക് നമുക്ക് തുറക്കുവാൻ കഴിയുന്നത് പോലെ വചനമാകുന്ന ടൂൾ, ആ താക്കോൽ ഉപയോഗിച്ച് നമുക്ക് ദൈവത്തെ കാണുവാനും സ്വർഗം തുറക്കുവാനും നമുക്ക് കഴിയുമെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നാം ഈ വേദഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റൊരു ഉദാഹരണത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നോഹയുടെ കാലഘട്ടത്തിൽ ഒരു ജലപ്രളയം ഉണ്ടായി എന്ന് തിരുവചനത്തിൽ കൂടി നാം വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. പർവ്വതങ്ങൾ മൂടുവാൻ തക്കോണം വെള്ളം 15 മുഴ അബയ്ക്ക് മീതെ പൊങ്ങിയെന്ന് കാണുവാൻ സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം നാം പഠിക്കുമ്പോൾ നമുക്ക് ഇത് കാണുവാൻ സാധിക്കും. 40 രാവും 40 പകലും മഴ പെയ്തു. വെള്ളം ഭൂമിയിൽ 150 ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നുവെന്ന് കാണുവാൻ സാധിച്ചു. ഈ ചിന്തിച്ചു നോക്കണേ, ഈ ആഴിയുടെ വാതിൽ ആര് തുറന്നു? ഈ ജലപ്രളയത്തിൻ്റെ വാതിലുകളൊക്കെയും വെറും 40 ദിവസം കൊണ്ട്, 40 ദിവസത്തെ മഴ കൊണ്ട് ഈ ഭൂമി മുഴുവൻ നിറയ്ക്കുവാൻ ഉള്ള വെള്ളം പെരുകിയത് എവിടെ നിന്ന്? ഒരു നിമിഷം ചിന്തിക്കണേ. 40 ദിവസം കൊണ്ട് ഭൂമിയെ ജലപ്രളയത്തിൽ മുക്കുവാൻ കഴിവുള്ളവൻ ഇതാ ഈ ഫറവോനെ നിർത്തിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തിൻ്റെ ശക്തി അവനിൽ കൂടി വെളിപ്പെടാൻ വേണ്ടിയായിരുന്നു. അതുപോലെ തന്നെ നാം ഇവിടെ ചിന്തിക്കുക, നോഹയുടെ പെട്ടകത്തിൻ്റെ വാതിൽ വെള്ളം പൊങ്ങി സകല ജീവികളും ഇതാ പെട്ടകത്തിലേക്ക് കയറി വരുന്നു. നോഹയും തൻ്റെ കുടുംബവും പെട്ടകത്തിൽ കയറി. പക്ഷെങ്കിൽ പെട്ടകത്തിൻ്റെ വാതിൽ അടയ്ക്കുവാൻ കഴിയുന്നില്ല, കാരണം മഴ, അതുപോലുള്ള മഴ. എന്നാൽ പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചത് ആരായിരുന്നു? നോഹയല്ല, അത് ദൈവമാണ് എന്ന് യഹോവ വാതിൽ അടച്ചുവെന്ന് ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ നോഹ 120 വർഷം മാനസാന്തരപ്പെടുക എന്ന് പ്രസംഗിച്ചു കൊണ്ടേയിരുന്നു. കാരണം എന്താണ്? യഹോവ ദേശത്തേക്ക് ജലപ്രളയം അയക്കുവാൻ പോകുന്നു, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ നശിച്ചു പോകുമെന്ന്. ദൈവത്തെ അറിയുന്നില്ല എങ്കിൽ, ദൈവഹിതപ്രകാരം ജീവിക്കുന്നില്ല എങ്കിൽ, അതേ സഹോദരങ്ങളെ, നിങ്ങൾ ലോകത്തിൽ നശിക്കുവാൻ പോകുന്നുവെന്ന്, ജലപ്രളയത്താൽ നശിക്കുവാൻ പോകുന്നുവെന്ന് നോഹ പ്രസംഗിച്ചിട്ടും എല്ലാവരും അത് കേട്ടു. എങ്കിലും എത്ര പേർ അത് അനുസരിച്ചോ എന്ന് ഈ സമയം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് പറയുന്നു, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകുമെന്ന്.
പ്രിയ സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കും. അതിവേഗത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടവും ദൈവത്തോടുള്ള മത്സരവും ഒരുപോലെ മുന്നിലും പിന്നിലുമായി നിൽക്കുകയാണ്. നാം മനസ്സിലാക്കുക, എവിടെ നോക്കിയാലും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടം, ദൈവവചനം നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് ഇതാ അനേക ദൈവദാസന്മാർ വിളിച്ചു പറയുന്നു, കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നു. അനേകം പ്രവചനങ്ങൾ, തിരുവചനത്തിൽ കൂടി പറഞ്ഞിരിക്കുന്നതായ പ്രവചനങ്ങളൊക്കെയും നിവൃത്തിയായിക്കൊണ്ടേയിരിക്കുന്നു. ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടതുപോലെ അനേകരുടെ ഹൃദയം കഠിനപ്പെടുന്നതല്ലാതെ അതാ ഈ ദൈവത്തെ സ്വീകരിക്കുവാൻ പലർക്കും കഴിയുന്നതായി നമുക്ക് കാണുന്നില്ല. അപ്പോൾ വിശ്വാസം തണുത്തു പോകുന്നതായ ഒരു കാലയളവിൽ നാം ജീവിക്കുന്നു. തിരുവചനം നമ്മോട് അങ്ങനെയാണ് പറഞ്ഞു തരുന്നത്. അതെ, ഇന്ന് നാം മനസ്സിലാക്കണം, സിനിമാ തിയേറ്ററുകളിലും ടി വിയിലും ഇൻ്റർനെറ്റിലും അതുപോലെ തന്നെ റേഡിയോയിലും കൂടി നാം കേൾക്കുന്നതായ പ്രഭാഷണങ്ങളും നാം കാണുന്നതായ ഡോക്യുമെൻ്ററികളും ഒക്കെയും ദൈവ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളാണ് നാം കണ്ടുവരുന്നത്. അതുപോലെ തന്നെ വിശ്വാസം തണുത്തു പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും കൂട്ടി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. നാം മറന്നു പോകരുത്, പെട്ടകത്തിൻ്റെ വാതിൽ അടച്ച ദൈവം ഒരു നാൾ നാം ആകുന്ന ഈ പേടകത്തിൻ്റെ വാതിലും അടയ്ക്കുമെന്നുള്ളതിന് സംശയമില്ല. ദൈവവചനം സ്വർഗത്തിലെന്നേക്കും സ്ഥിരപ്പെട്ട വചനമാണ്. അത് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് തിരുവചനം വായിച്ച് പഠിക്കുവാനും അതിൽ കൂടി രക്ഷ കണ്ടെത്തുവാനുമായിട്ടാണ്. ആമേൻ, സ്തോത്രം. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ദൈവം നമുക്ക് തരുന്ന ഒരു പ്രബോധനമാണ് ഇതെന്ന് നാം മനസ്സിലാക്കുക. എന്താണത്? നാം വായിച്ചു കേട്ട വേദഭാഗം എന്താണ്? ഇതിനായിട്ട് ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു, ഇല്ല എങ്കിൽ ഈ വചനം നമ്മെ ന്യായം വിധിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി നമ്മുടെ മുൻപിൽ തിരുവചനത്തിൽ കൂടി അറിയിച്ചിരിക്കുകയാണ്. രണ്ടാമതായി നാം ഈ വേദഭാഗം മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിന്. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഫറവോനെ മുട്ടുകുത്തിച്ചവൻ, ഇതാ ദൈവത്തിൻ്റെ ശക്തി ഫറവോനിൽ കൂടി വെളിപ്പെടുത്തി കൊടുത്തവൻ, ഇതാ ഭീരുവായ പത്രോസിനെ ദൈവം തിരഞ്ഞെടുക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. പത്രോസ് അപ്പോസ്തലൻ്റെ അടുക്കലേക്ക് ഇതാ കർത്താവ് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. പത്രോസ് അപ്പോസ്തലനെ ബലപ്പെടുന്നതായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കുന്നു. ഇതാ പുതിയ നിയമസഭയ്ക്ക് ആരംഭം കുറിക്കുന്നതിന് വേണ്ടി കർത്താവ് പത്രോസിനെ ഇവിടെ തിരഞ്ഞെടുക്കുകയാണ്. കുരുടന് കാഴ്ച കൊടുത്തവൻ, മുടന്തനെ സൗഖ്യമാക്കിയവൻ, ചെകിടന് കേൾവി കൊടുത്തവൻ, കുഷ്ഠരോഗിയും പക്ഷവാതക്കാരനെയും സൗഖ്യമാക്കിയവൻ, യേശുവിനെ തൊട്ടവർക്കും യേശു തൊട്ടവർക്കും ഒരു വാക്ക് കൽപ്പിച്ചവർക്കും ഇതാ സൗഖ്യം വന്നുവെങ്കിൽ, ഭൂതങ്ങളെ പുറത്താക്കിയവൻ, ഏതുവിധ വ്യാധിയുള്ളവരെയും സൗഖ്യമാക്കിയവൻ, കല്ലറയിൽ അടയ്ക്കവനെ ഉയർപ്പിച്ചവൻ, നാറ്റം വച്ചവനെ ഉയർപ്പിച്ചവൻ, ഇതാ ഇത്രയൊക്കെയും തൻ്റെ ശുശ്രൂഷക്കാലത്ത് ചെയ്തിട്ടും മഹാപുരോഹിതന്മാർക്കും പ്രമാണിമാർക്കും ശാസ്ത്രിമാർക്കും ഇതാ മനസ്സിലായില്ല ഈ യേശു ആരെന്ന്. അതുകൊണ്ട് ഇതാ പത്രോസ് അപ്പോസ്തലൻ ഉറക്ക വിളിച്ചു പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചുവെന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ എന്ന് നാം ഇവിടെ ചിന്തിക്കുക. പത്രോസ് അപ്പോസ്തലൻ യഹൂദന്മാരോട് വിളിച്ചു പറയുകയാണ്, ദാവീദ് മരിച്ച് അടക്കപ്പെട്ടു, അവൻ്റെ കല്ലറ ഇന്നും നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ. വീണ്ടും ആ വേദഭാഗം നാം പഠിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 29 വേദഭാഗം നാം മുൻപോട്ട് പഠിക്കുമ്പോഴേ നമുക്ക് കാണുവാൻ സാധിക്കും, യേശുവിനെ ദൈവം ഉയർപ്പിച്ചു, അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികളെന്ന് പത്രോസ് അപ്പോസ്തലൻ ധൈര്യത്തോടെ വിളിച്ചു പറയുകയാണ്. നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ എന്ന് അവരോട് വിളിച്ചു പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഈ കേൾവിക്കാരായ ജനങ്ങൾ അവർക്ക് അപ്പോഴാണ് വാസ്തവം മനസ്സിലായത്. ഞങ്ങൾ ക്രൂശിച്ചവനായ കർത്താവ്, ഞങ്ങൾ ക്രൂശിച്ചവനായ യേശു ഞങ്ങളുടെ ദൈവമായിരുന്നല്ലോ, ഞങ്ങളുടെ മശിഹയായിരുന്നു, ഞങ്ങളുടെ രക്ഷിതാവായിരുന്നു. അവർ വിളിച്ചു പറയുകയാണ്, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഇനി ഞങ്ങൾ എന്ത് ചെയ്യേണ്ടുവെന്ന്. സഹോദരങ്ങളെ, ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ.
യേശുവിൻ്റെ വിസ്താരണ വേളയിൽ ഞാൻ അറിയുന്നില്ല എന്ന് വിളിച്ചു പറയുന്നവൻ, ആഴക്കടലിൻ്റെ നടുവിൽ അവിശ്വാസത്താൽ താണവൻ, ഇതാ യേശുവിൻ്റെ കരം പിടിച്ച് ഇതാ ജനങ്ങളിലേക്ക് വരുന്ന നമുക്ക് കാണാൻ സാധിക്കും. യേശു അവൻ്റെ കരം പിടിച്ചു. എന്നിട്ട് ഇതാ ഒന്ന് ചോദിക്കുകയാണ്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അത് പത്രോസിനെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് ദൈവിക പ്രവർത്തനത്തിന് ലീഡർഷിപ്പ് കൊടുത്ത് പത്രോസിനെ ഇതാ ദൈവശക്തി എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുത്ത് ഒരു യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് ആ പത്രോസ് ഇവിടെ ഇതാ യേശുവിൽ കൂടി ശക്തി പ്രാപിച്ചതിന് ശേഷം പറയാണ്, നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുമാക്കി വെച്ചെന്ന് ഇസ്രായേലൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. പത്രോസിൻ്റെ അതിധൈര്യത്തോടു കൂടിയുള്ള ഈ പ്രഖ്യാപനത്തെ ചോദ്യം ചെയ്യുവാൻ ആർക്കും കഴിയുന്നില്ല. അവർ വിളിച്ചു പറയുകയാണ്, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന്. പ്രിയ സഹോദരങ്ങളെ, അന്ന് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച 3000-ഓളം പേരെ നമുക്ക് തിരുവചനത്തിൽ കൂടി കാണുവാൻ സാധിക്കും. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നാം എത്ര നാളായി ഈ ജീവനുള്ള വചനം കേൾക്കുവാൻ തുടങ്ങിയിട്ട്? നമ്മിൽ എന്തെങ്കിലും പരിവർത്തനമുണ്ടായോ? സഹോദരങ്ങളെ, നാം എല്ലാവരുടെയും വീടുകളിൽ തിരുവചനമുണ്ട്, വേദപുസ്തകമുണ്ട്. എത്ര പേരത് സന്തോഷത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി അത് ഗ്രഹിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്? നിങ്ങളെ തന്നെ ശോധന ചെയ്യുക. പത്രോസ് ഇതാ വീണ്ടും നമുക്ക് ആ പത്രോസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, പത്രോസ് ഒരു മുടന്തൻ്റെ അടുക്കിലേക്ക് വരികയാണ്. മുടന്തനോട് പറയുകയാണ്, ഇതാ വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന്. സമൂഹത്തെ ഭയന്നോടിയവൻ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും ചെയ്യുവാൻ തുടങ്ങിയിരിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നാം കേൾക്കുന്ന വചനം അത് നമ്മിലും ക്രിയ ചെയ്താൽ ഈ പത്രോസിനെ പോലെ യേശുവിൻ്റെ ശക്തി നമ്മിലും പകരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണെന്നറിയാമോ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്? പിതൃപാരമ്പര്യത്തിലല്ല, അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ എത്രയെന്ന് നാം അറിഞ്ഞിരിക്കണം. എത്ര പേർക്ക് സഹോദരങ്ങളെ സ്തോത്രം ചെയ്യുവാൻ കഴിയും? ഈ ഇത്രമാത്രം നമ്മെ വീണ്ടെടുത്തവനായ ദൈവത്തിന് നന്ദി സ്നേഹത്തോട് നമുക്ക് എത്ര പേർക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയും? ഇന്ന് നാം അനുഭവിക്കുന്ന ഈ സന്തോഷങ്ങളെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ കഴിവുകൾ കൊണ്ടും പ്രശസ്തി കൊണ്ടും നാം നേടിയെടുത്തതല്ല, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ നമ്മുടെ മഹിമ കൊണ്ടോ നേടിയെടുത്തതല്ല. മനസ്സിലാക്കുക, നാം ഈ അനുഭവിക്കുന്ന നന്മകളൊക്കെയും നാം അതിന് യോഗ്യരാണോ എന്ന് ചിന്തിച്ചു നോക്കൂ. നാം നിന്നതല്ല സഹോദരങ്ങളെ, ഈ വലുവനായ ദൈവം നമ്മെ നിർത്തിയതാണ്. ആമേൻ, സ്തോത്രം. ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ കൂടി വെളിപ്പെടുവാൻ വേണ്ടി ഇതാ ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നു. ഒരു നിമിഷം ഞാൻ ഈ ടെലികോൺഫറൻസിനെ കുറിച്ച് ഒരു നിമിഷം പറഞ്ഞുകൊള്ളട്ടെ. ഡിവൈൻ ഗോസ്പൽ ആൻഡ് ഹീലിംഗ് മിനിസ്ട്രി, അതിൽ കൂടി അനേകം രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകർ സൗഖ്യമാകുന്നു. ഈ പ്രയർ ഗ്രൂപ്പ് ദൈവത്തിൻ്റെ കൃപയാൽ ഇത്രത്തോളം നടത്തുവാൻ തക്കോണം ബലിവനായ ദൈവം ഞങ്ങൾക്ക് ശക്തി തരുന്നു. നിങ്ങൾക്കും ഈ പ്രയർ ഗ്രൂപ്പിലേക്ക് സ്വാഗതം. എല്ലാ തിങ്കളാഴ്ചയും വൈകിട്ട് 7 മണി മുതൽ 8:30 വരെയുള്ളതായ സമയത്ത് ഈ ടെലികോൺഫറൻസ് നടക്കുന്നു. ഇതിൻ്റെ വിശദ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. 267-271-5061. ഈ ടെലികോൺഫറൻസിലേക്ക്, ഈ പ്രാർത്ഥനയിലേക്ക് പങ്കുചേരുവാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 641-715-3610. ആക്സസ് കോഡ് 875179. ഈ ടെലികോൺഫറൻസിന് വേണ്ടി ദയവായി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അനേകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെയും സഹോദരങ്ങൾ, നിങ്ങളുടെയും ബന്ധുമിത്രാദികൾ, ആരെങ്കിലും പ്രാർത്ഥനയ്ക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പേരുകൾ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
നാം ഒന്നായി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അപേക്ഷകൾ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. സൗഖ്യത്തെ അയക്കുന്നവനായ ഒരു ദൈവമുണ്ട്. ആമേൻ, സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും നമ്മുടെ വചന ധ്യാനത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നാം റോമാലേഖനം 9-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് നാം പഠിക്കുന്ന സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ എന്താണ്? ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കളെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നാം വിശ്വസിക്കുന്നു നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്ന്. പിന്നെ പൗലോസ് എന്തിനു വേണ്ടിയാണ് ഇപ്രകാരം എഴുതിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ന്യായപ്രമാണം സീനായി പർവ്വതത്തിൽ വെച്ച് കൊടുത്തത് മുതലാണ് സർവശക്തനായ ദൈവം ആരെന്ന് ഇസ്രായേൽ ഗ്രഹിക്കുവാൻ തുടങ്ങിയത്. അതിനു മുൻപ് ദൈവശബ്ദം മാത്രം കേട്ടിരുന്നു. ആ കേട്ടിരുന്നവർ ഇതാ ഇപ്പോൾ ന്യായപ്രമാണത്തിലൂടെ ദൈവം ആരെന്ന് തിരിച്ചറിയുവാൻ തുടങ്ങിയിരിക്കുന്നു. സഹോദരങ്ങളെ, നാം ഇസ്രായേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവശക്തിയും ദൈവിക സാന്നിധ്യവും അനുഭവിച്ചറിഞ്ഞവർ ദൈവത്തോട് മത്സരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവശബ്ദവും ദൈവിക സാന്നിധ്യവും കോർത്തിണക്കി നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ബൈബിൾ എന്ന് പറയുന്നത്. ഈ നിയമസംഹിത ഒരിക്കലെങ്കിലും വായിച്ചു തീർക്കാത്തവർ എത്രയോ അധികമുണ്ട്. ചിന്തിച്ചു നോക്കൂ. പിന്നെ നമുക്ക് എങ്ങനെ ഈ ദൈവത്തെ കാണുവാൻ സാധിക്കും? എങ്ങനെ ഈ ദൈവത്തെ മനസ്സിലാക്കുവാൻ സാധിക്കും? നാം ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നവരും മത്സരിക്കുന്നവരും ആകാറില്ലേ പലപ്പോഴും? ദൈവത്തോട് ചോദ്യം ചോദിക്കുവാൻ നമുക്ക് അർഹതയുണ്ടോ? ഒരിക്കലും നമുക്ക് അർഹതയില്ല എന്ന് നാം മനസ്സിലാക്കണം. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരവും തൻ്റെ ലേഖനത്തിൽ കൂടി എഴുതിയിരിക്കുന്നു. എന്താണെന്നറിയാം? മെനഞ്ഞിരിക്കുന്നത് മെനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്തെന്ന് ചോദിക്കുമോ എന്ന് ഒരു ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് തരികയാണ്. ഇന്നത്തെ ചോദ്യം കേട്ടാൽ ഇതിലും എത്രയോ ഭയാനകം. മൂക്കത്ത് വിരൽ വെച്ചു പോകും. അത്രമാത്രം കേൾക്കുവാൻ ഭയാനകമായിട്ടുള്ള ചോദ്യങ്ങളാണ് പല മക്കളുടെയും പല അപ്പനമ്മമാരുടെയും പല നമ്മുടെ നാട്ടിലുള്ളവരുടെയും ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നാം ഒരു കാര്യം മനസ്സിലാക്കുക സഹോദരങ്ങളെ. അവകാശപ്പെട്ടവരെ മാറ്റി നിർത്തി എൻ്റെ ജനമല്ലാത്തവരെ എൻ്റെ ജനമെന്നും പ്രിയ അല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കുമെന്ന തിരുവചനത്തിൽ കൂടി നമുക്കൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം നാം ഇപ്പോൾ പ്രാപ്തരായിരിക്കുകയാണ്. എന്നാൽ നമ്മെ തള്ളിക്കളഞ്ഞ് ഒരു പക്ഷം വരികിൽ വേറൊരു ജാതിയെ ദൈവം തിരഞ്ഞെടുക്കുകയില്ല എന്ന് ആര് കണ്ടു? പിതാവിൻ്റെ സ്നേഹം പുത്രനിൽ കൂടി നമുക്ക് ഒരുക്കി തന്നപ്പോൾ, പിതാവിൻ്റെ ശക്തി പുത്രനിൽ കൂടി നമുക്ക് വെളിപ്പെടുത്തി തന്നപ്പോൾ, സഹോദരങ്ങളെ, നാം പാടിയാർക്കേണ്ടടുത്ത് പാടിയാർക്കുവാൻ തക്കവണ്ണം, സ്തുതിക്കേണ്ടടുത്ത് സ്തുതിക്കുവാൻ തക്കവണ്ണം, മഹത്വപ്പെടുത്തേണ്ടടുത്ത് സർവശക്തനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നാം ശക്തി ആർജിച്ചിട്ടുണ്ടോ എന്ന ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. അത് കഴിയുന്നില്ല എങ്കിൽ നാം ജഡപ്രകാരം ജീവിക്കുന്നവരാണ് എന്ന് നാം മറന്നു പോകരുത്. കാരണം എന്തുകൊണ്ടാണ് ഇവിടെ റോമാലേഖനം 9-ാം അധ്യായം 8-ാം വാക്യത്തിൽ കൂടി ഇപ്രകാരം പറഞ്ഞു തന്നു, ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കളെന്ന് നാം മറന്നു പോകരുത്. കാരണം അതിന് മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് ഇതാ ഒരു പ്രമാണിയായ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പരീശനായ മനുഷ്യൻ ഇതാ കടന്നു വരുന്നു. യഹൂദന്മാരുടെ പ്രമാണിയായ ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് നിക്കോദിമോസ്. അദ്ദേഹത്തിൻ്റെ വിചാരവും ഭാവവും ഒക്കെയും തിരിച്ചറിഞ്ഞിട്ട് കർത്താവ് ഇതാ ഒരു ചെറിയ ക്വസ്റ്റ്യൻ മാത്രമേ നിക്കോദിമോസ് ചോദിക്കുന്നുള്ളൂ. എന്നാൽ അവനെക്കുറിച്ചുള്ള അവൻ അറിയേണ്ടതായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഗ്രഹിച്ച ശേഷം കർത്താവ് നിക്കോദിമോസിനോട് ഇപ്രകാരം പറയുന്നു, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന്. ഈ ലോകത്തിൽ ജനിക്കുന്ന ഓരോ മക്കളും ദൈവത്തിൻ്റെ ജീവനാണ് അവരുടെ ഉള്ളിലുള്ളത്. എന്നാൽ ദൈവമക്കൾ ആര് എന്ന് ഇവിടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നിക്കോദിമോസിന് അതൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു. അദ്ദേഹത്തെ ചിന്ത കുഴപ്പത്തിലാക്കി. എന്നാൽ ഇത്രയും പ്രാപ്തിയും അറിവും ജ്ഞാനവുമുള്ളതായ
നിക്കോദീമസിന് അതൊരു പുതിയ അനുഭവമായിട്ട് മാറി. അദ്ദേഹം ചിന്തിക്കുകയാണ്, എനിക്കിനി ഒരു പുതിയ ജനനമോ? അതെങ്ങനെ സാധിക്കും? ജഡീക മക്കളുടെ ചോദ്യവും ഇങ്ങനെ തന്നെയാണ്. പുതിയ ജനനമോ? ഞാൻ ജനിച്ചു, എനിക്കിത്ര വയസ്സായിരിക്കുന്നു, ഇനി ഞാൻ എങ്ങനെ ജനിക്കുമെന്ന്. അവിടെയാണ് കർത്താവിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തേണ്ടത്. ഇതാ റോമാലേഖനത്തിൽ കൂടി പൗലോസ് അപ്പോസ്തലൻ നമുക്ക് പറഞ്ഞു തരുന്നു. അവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇപ്രകാരമാണ്. എന്താണ്? ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കളെന്ന്. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിക്കോദീമോസിനെ ചിന്താക്കുഴപ്പത്തിലാക്കിയതുപോലെ ജഡിക മക്കളും ഇതാ ഇവിടെ ചിന്താക്കുഴപ്പത്തിലായിരിക്കുന്നു. എങ്ങനെ പുതുജനനം ഉണ്ടാകുന്നു നമ്മിൽ? നാം ഇത്രയും പള്ളിയിലും ആരാധനയിലും പങ്കെടുത്തവർ, ഇനി നമുക്കൊരു പുതുജനനം കൂടി ആവശ്യമെന്ന് നാമും പലരും ചിന്തിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വാക്ക് പാഴ്വാക്കല്ല എന്ന് നാം അറിഞ്ഞിരിക്കണം. ആമേൻ, സ്തോത്രം. അത് ശുദ്ധി ചെയ്ത വചനമാണ്. സഹോദരങ്ങളെ, നാം മറന്നുപോലെ തകർക്കുന്ന ചുറ്റികയാണ്. അതേസമയം തന്നെ അത് നമ്മെ സൗഖ്യമാക്കുന്ന വചനം കൂടിയാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. നിക്കോദീമോസിനോട് പറഞ്ഞു, നീ പുതുതായി ജനിക്കണമെന്ന്. നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ അതിൻ്റെ ബാക്കിയായിട്ട് പറയുന്നത് എന്താണ്? ദൈവരാജ്യം കാണുവാൻ നിനക്ക് തന്നെയല്ല ആർക്കും കഴിയുകയില്ല എന്ന്. ഒരു പുതുജനനം, ദൈവരാജ്യം കാണണമെങ്കിൽ, ദൈവത്തെ ഒന്ന് അറിയണമെങ്കിൽ, അറിയേണ്ടതുപോലെ ഒന്ന് അറിയണമെങ്കിൽ അതേ മനുഷ്യനിൽ ഒരു പുതുജനനം ആവശ്യമായിരിക്കുന്നു. ആമേൻ, സ്തോത്രം. ഇപ്രകാരം ജനിക്കാത്ത അവസ്ഥയാണ്, വീണ്ടും ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരട്ടെ, ജഡിക അവസ്ഥ എന്നുള്ളത്. രണ്ടാമത് പറയാണ്, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. ഇതാണ് രണ്ടാമത്തെ അവസ്ഥ. എങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശനമുള്ളൂ എന്ന് കർത്താവ് തന്നെ നിക്കോദീമോസിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഈ ആദ്യത്തെ അവസ്ഥ എന്താണ്? ഞാൻ പറഞ്ഞു, ഒന്നാമത്തേത് ജഡികമായിട്ടുള്ള അവസ്ഥ, രണ്ടാമത്തേത് ആത്മീകമായിട്ടുള്ള അവസ്ഥ. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്ന ആ ഭാവപ്രകടനമാണ് അല്ലെങ്കിൽ അവസ്ഥയാണ് ആത്മീക അവസ്ഥ എന്ന് പറയുന്നത്. ഇത് രണ്ടാമത്തെ അവസ്ഥയാണ്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ടതായ രണ്ടാമത്തെ അവസ്ഥ. ഇപ്പോൾ പുതുജനനം പ്രാപിച്ചവൻ ആചരിക്കേണ്ട ഒന്നാമത്തെ ആവശ്യം എന്താണ്? പുതുജനനം പ്രാപിച്ച ഒരാൾ എന്താണ് അവന് ചെയ്യേണ്ടത്? വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്നുള്ളത്. നമുക്ക് പലപ്പോഴും ഇതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. കർത്താവ് തന്നെ ഇപ്രകാരം പറഞ്ഞു, തിരുവചനത്തിൽ കൂടി പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ക്രിസ്തുവിലാകുമ്പോഴാണ് ഒരാൾ പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. പഴയത് കഴിഞ്ഞുപോയി, ഇതാത് പുതുതായി തീർന്നിരിക്കുന്നുവെന്ന് തിരുവചനം നമുക്ക് വ്യക്തമാക്കി വെളിപ്പെടുത്തി തരികയാണ്. പലർക്കും ഇതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. ഏത് ജനനം നാം ഒരു ജനനം പ്രാപിക്കാതെ, അതായത് നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജഡപ്രകാരം ജീവിക്കുന്നവരാണ്. എന്നാൽ നാം ആത്മീയമായി ജനിക്കുമ്പോൾ മാത്രമേ ദൈവമായിട്ടുള്ള മക്കളെന്നുള്ള അവകാശത്തിലേക്ക് നമ്മെ കൂട്ടിച്ചേർക്കുന്നുള്ളൂ. വ്യക്തമായിട്ടത് മനസ്സിലാക്കുക. അതല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം ഗ്രഹിക്കാതെ വരുമ്പോൾ, ഞാനൊരു ഉദാഹരണത്തിൽ കൂടി നിങ്ങൾക്കത് മനസ്സിലാക്കി തരാം. സീനായ് പർവ്വതത്തിൻ്റെ താഴ്വാരത്തിൽ നിൽക്കുന്ന ജനങ്ങൾ പറഞ്ഞതുപോലെയാണ്. തീയും ഇടിമുഴക്കവും കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ അവർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, എന്താണെന്നറിയാമോ? മോശേ, നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന്. അവർക്ക് പേടിയാണ്, അവർക്ക് ഭയമായിരിക്കുന്നു. മോശ അമാനുഷിക മനുഷ്യനൊന്നും അല്ലായിരുന്നു സഹോദരങ്ങളെ. ദൈവജനത്തെ വീണ്ടെടുക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തി മാത്രമായിരുന്നു മോശ. സഹോദര സഹോദരി, നാമും പിന്നോക്ക അവസ്ഥയിലാണോ ജീവിക്കുന്നതെന്ന് ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. കർത്താവ് പറഞ്ഞു, കർത്താവിൻ്റെ ശക്തി നമ്മളിൽ പകരണമെങ്കിൽ നാം പുതുതായി ജനിക്കണം. നാം വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. ആമേൻ, സ്തോത്രം. ഇതിൻ്റെ അർത്ഥം ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ ചിന്തിക്കട്ടെ. നാം ഈ അവസ്ഥയിൽ, ഈ അനുഭവത്തിൽ ഒരു വ്യക്തി വരുന്നില്ല എങ്കിൽ
അത് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കാത്ത ഒരവസ്ഥയിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ സഹോദര, നാം ജഡീക അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. നാം ജഡപ്രകാരം ജനിച്ച മക്കളാണ് എന്ന് നാം ചിന്തിക്കുക. ഒരു വ്യക്തിയെ കൊണ്ട് ലോകത്തോട് ദൈവിക പ്രവചനം ഒരു വ്യക്തിയെ കൊണ്ട് ലോകത്തിന് ദൈവിക പ്രവചനം അറിയിച്ചുവെങ്കിൽ ഇന്ന് സഭാ ഭേദമന്യേ അനേക ദൈവമക്കളെ കൊണ്ട് തിരുവചനം ലോകത്തോട് പ്രഖ്യാപിക്കപ്പെടുന്നു. എത്ര പേർ അതിൽ അറിവുള്ളവരായിത്തീരുന്നു? എത്ര പേർ മാനസാന്തരപ്പെടുന്നു എന്ന് നാം ചിന്തിച്ചു നോക്കുക. എത്രയോ പേർ ഹൃദയം കഠിനമാക്കി ജീവിക്കുന്ന അവസ്ഥയിൽ കഴിയുന്നതായി നമുക്കറിയാം. ഇതാണ് സഹോദരങ്ങളെ നമ്മുടെ കുറവ്. നോഹയിൽ കൂടി ലോകത്തോട് ദൈവത്തിൻ്റെ പ്രഖ്യാപനം നടത്തിയെങ്കിൽ അനേക ദൈവദാസന്മാരിൽ കൂടി ഇന്ന് ലോകത്തോട് ദൈവത്തിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം ഇപ്പോഴും ഫറവോൻ്റെ ഹൃദയം കഠിനമായിരുന്നതുപോലെ ഇതേ സഹോദരങ്ങളെ നാം അതേ ഇരിപ്പിരിക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ കുറവെന്ന് നാം മനസ്സിലാക്കുക. തിരുവചനം നമുക്ക് അന്വർത്ഥമായി തീർന്നുകൊണ്ടിരിക്കുന്നുവെന്ന് നാം ഗ്രഹിക്കുക. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടി നടക്കുക എന്ന്. ആമേൻ, സ്തോത്രം. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമോ? തിരുവചനം നാം പഠിക്കുന്നില്ല എങ്കിൽ ഈ ദൈവത്തെ അറിയുവാൻ നമുക്ക് കഴിയുന്നില്ല. ഈ ലോകത്തിൽ നാം എത്രമാത്രം സ്വത്ത് സമ്പാദിച്ചാലും സഹോദരങ്ങളെ ദൈവമില്ല എങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ ജീവിതം അർത്ഥം ശൂന്യമാണ് എന്ന് നാം മനസ്സിലാക്കുക. ഒരു നിമിഷം കൂടി ചിന്തിക്കുക, നമ്മുടെ വിളിക്ക് യോഗ്യമായി നടക്കുന്നവരായി തീരണം. വിളിക്ക് യോഗ്യമായി നടക്കണമെങ്കിൽ നമ്മെ വിളിച്ചിരിക്കുന്നവൻ ആരാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. ഈ വിളിച്ചിരിക്കുന്നവൻ ആരാണെന്ന് നാം അറിയുമ്പോൾ അതേ അവൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്, കടപ്പെട്ടവരാണ് എന്ന് നാം അറിയണം. അപ്പോൾ മാത്രമേ നമുക്ക് വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടി നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കഴിയുള്ളൂ എന്ന് നാം മറന്നു പോകരുത്. അതുകൊണ്ട് വീണ്ടും പത്രോസ് അപ്പോസ്തലൻ പറയുന്ന കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. 1 പത്രോസ് 2:9 കൂടി ഇപ്രകാരം പറയും, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കോണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. പ്രിയ സഹോദരങ്ങളെ, ഒരു നിമിഷം കൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ. നാം ഇന്ന് രാജകീയ പുരോഹിത വർഗമായിട്ട് മാറിയിരിക്കുകയാണ്. ആമേൻ, സ്തോത്രം. ഇസ്രായേൽ തന്നെയല്ല സ്വന്തം ജനം. ഇന്ന് നാം കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സ്വന്തം ജനമാണ്. ആമേൻ, സ്തോത്രം. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? വിശ്വാസമുള്ള എത്ര പേർക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയും? ആമേൻ, സ്തോത്രം. സഹോദരങ്ങളെ, മുന്നമേ നമ്മുടെ അവസ്ഥ കണ്ട് തിരുവചനം നമുക്കായി എഴുതി തന്നിരിക്കുകയാണ്. നാം എത്ര ഭാഗ്യമുള്ളവരാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമുക്ക് ഇന്ന് സുലഭമായി ലഭിക്കുന്നു. നമ്മുടെ 1-2 തലമുറ മുൻപ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവർക്ക് ഈ ഭാഗ്യാവസരം ഉണ്ടായിരുന്നില്ല. വിശ്വാസികളായ നമുക്ക് ഈ വലിയ രക്ഷ ഒരുക്കി തന്നവൻ നമ്മോട് അറിയിക്കുകയാണ്, നാം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്, രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്, സ്വന്തം ജനമാണ് എന്ന്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ ഈ ദൈവത്തിൻ്റെ വചനം? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ പ്രസംഗങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ ഭാവങ്ങളും ദൈവവചനപ്രകാരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ യഹൂദനെ സ്വന്തം ജനമായി കരുതിയെങ്കിൽ നാം ഓരോരുത്തരും ഇന്ന് കർത്താവിൻ്റെ സ്വന്തം ജനമാണ്. മറന്നു പോകരുത്. ഫറവോന് ദൈവത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുത്തുവെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, കർത്താവിൻ്റെ സ്നേഹം, ശക്തി നാം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ? അതിനായിട്ടല്ലേ നമ്മെ ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നത്? നിക്കോദിമോസിനെ അറിവുള്ളവനാക്കി തീർത്തതുപോലെ ദൈവവചനത്തിൻ്റെ ശക്തിയും ആഴവും ഗ്രഹിക്കുവാൻ നാം ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവവചനം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാൻ നാം കടപ്പെട്ടവരല്ലേ? ഒരു നിമിഷം ചിന്തിച്ചു നോക്കിയേ. ഒരു പക്ഷം എല്ലാവർക്കും പ്രസംഗിക്കുവാനുള്ള കഴിവില്ല, എല്ലാവർക്കും പാടുവാനുള്ള കഴിവില്ല, എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനുള്ള കഴിവില്ല.
എന്നാൽ എല്ലാവർക്കും എന്തെങ്കിലും ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷെ എന്ന് വരികിൽ വലിയ മതപ്രസംഗത്തിനേക്കാൾ ശ്രേഷ്ഠമേറിയതാണ് ഒരു വാക്ക് സംസാരിച്ചാൽ മതി ഒരു വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ. അതിന് നമുക്ക് കഴിയയില്ലേ? നാം അതിന് ശ്രമിക്കുന്നവരാണോ? സഹോദര സഹോദരി, ഒരു ചോദ്യം നമ്മോടും ചോദിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എൻ്റെ ജീവൻ ഞാൻ നിനക്ക് തന്നു, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചിലപ്പോൾ ഒരു ചോദ്യം കർത്താവ് നമ്മോട് ചോദിച്ചെന്ന് വരും. നാം എന്ത് മറുപടി പറയും? ചിന്തിക്കുക. അപ്പോൾ ഇനി വീണ്ടും നാം ഈ വേദഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മൂന്നാമതായി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടണം. അതേ, ഫറവോനെ നിർത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? ദൈവത്തിൻ്റെ നാമം ലോകാവസാനം വരെ ഈ ഫറവോനെ കുറിച്ച് വിളിച്ചു പറയും. ഈ ലോകാവസാനം വരെയും ദൈവത്തിൻ്റെ ശക്തി അത്രമാത്രം വലുതെന്ന് ഘോഷിച്ച് കാണിക്കും. ലോകാവസാനം വരെയും ദൈവം ആരെന്ന്, അതേ ദൈവത്തിൻ്റെ നാമം എന്തെന്ന് ഫറവോൻ വിളിച്ചു ചോദിച്ചു. നിൻ്റെ ദൈവം ആരെന്ന് വിളിച്ചു ചോദിച്ചു. അതേ, എൻ്റെ ദൈവം ഇന്ന ആളാണെന്ന്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് വിളിച്ചു പറഞ്ഞവൻ. അതേ, ഇതാ ലോകാവസാനം വരെയും ആ ദൈവത്തിൻ്റെ പേര് പ്രസ്താവിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട് ഫറവോൻ ആയുസ് നീട്ടിക്കൊടുത്തു എന്ന് സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ വേണ്ടി. സർവ്വഭൂമിയിലും ദൈവം മാത്രമേ ഉള്ളൂ എന്ന് സകലത്തിനും ഉടമസ്ഥനും അധികാരിയുമായി ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി. ഫറവോൻ്റെ മുഷ്ടിയും ഇരുമ്പ് ചക്രവും നൊടിയുടെ നേരത്തേക്ക് ഉള്ളൂ എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. എന്നാൽ ഫറവോനെ നിർത്തേണ്ടത്, ഫറവോനിൽ കൂടി ദൈവിക പ്രവൃത്തി വെളിപ്പെടുത്തേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമായിരുന്നു. ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കും. വാസ്തവമായി ഈ വചനം ഇന്ന് ബൈബിളിൻ്റെ ഒരു കോണിക്ക് സ്ഥലം പിടിച്ചിരിക്കുകയല്ലേ? അതല്ലേ വാസ്തവം? ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇന്ന് നമ്മുടെ ക്രിസ്തീയ സഭകളുടെ ക്രിസ്തീയ പ്രവർത്തനങ്ങളുടെ ബേസ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. സഭകൾക്ക് അതിൻ്റേതായിട്ടുള്ള ചട്ടക്കൂടുകളുണ്ട്, അതിൻ്റേതായിട്ടുള്ള ബൈലോസ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. സഹോദരങ്ങളെ, ഇതിനപ്പുറം നാം നീങ്ങിയാൽ ഒരു വാർണിംഗ് സൈനിൽ നിർത്തും എല്ലാം. നാം മറന്നു പോകരുത്. ദൈവവചനത്തെക്കാൾ പ്രാധാന്യം നാം ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും കൊടുക്കുന്നുവെങ്കിൽ ഇത് നാം തെറ്റിപ്പോയിരിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കുക. കാരണം എന്താണ്? നമ്മെ നിർത്തിയവൻ, നാം നിന്നതല്ല നമ്മെ നിർത്തിയവൻ, അതേ ഇന്ന് നമുക്ക് ആയുസ് തന്നവൻ, ഈ ദൈവത്തിൻ്റെ നാമം പ്രസ്താവിക്കപ്പെടേണ്ടതിന് നമ്മെ നിർത്തിയിരിക്കുന്നുവെന്ന് നാം മറന്നു പോകരുത്. സർവ്വഭൂമിയിലും കർത്താവിൻ്റെ നാമം പ്രസ്താവിക്കപ്പെടുവാൻ വേണ്ടി നാം ഓരോരുത്തർക്കും തന്നിരിക്കുന്ന ഈ ജീവൻ, അത് കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് വരികിൽ അത് കർത്താവിൻ്റെ നാമം പ്രസ്താവിക്കപ്പെടുവാൻ മാത്രമുള്ളതാണ്. കർത്താവേ, നന്ദിയോട് സ്തോത്രം. ആമേൻ, സ്തോത്രം. സഹോദരങ്ങളെ, എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ ഉപദേശം വേദപുസ്തക അടിസ്ഥാനത്തിലല്ല എങ്കിൽ നാമും നിക്കോദെമസിൻ്റെ പഴയ അവസ്ഥയിൽ ജീവിക്കുന്നവരാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. പത്രോസ് ശക്തി പ്രാപിച്ചപ്പോഴാണ് ദൈവ മഹത്വം വർണ്ണിക്കുവാൻ തുടങ്ങിയത്, അനേകരെ ദൈവത്തെങ്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞത് എന്ന് നാം മറന്നു പോകരുത്. സഹോദരങ്ങളെ, എത്ര നാൾ നാം ഈ ലോകത്തിൽ ജീവിക്കുന്നു എന്നുള്ളതല്ല, എത്ര നാൾ നാം ദൈവവുമായി ബന്ധപ്പെട്ടു അല്ലെങ്കിൽ ദൈവത്തോട് കൂടെ നടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമേറിയതെന്ന് നാം മറന്നു പോകരുത്. എങ്കിൽ മാത്രമേ ദൈവത്തോടുകൂടി ഒരു പുതുജനനം പ്രാപിച്ച്, പുതുശക്തി ആർജിച്ച്, ഒരു പുതുജീവൻ പ്രാപിച്ച് ദൈവത്തോടു കൂടി നാം നടക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ പ്രവർത്തനം നമ്മിൽ ഉണ്ടാകുകയുള്ളൂ. ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ഈ ലോകത്തിൽ മറ്റുള്ളവരോട് പറയുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ആമേൻ, സ്തോത്രം. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ഫറവോനോട് പറഞ്ഞു, ഇതിനായിട്ടല്ലോ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്. അതേ സഹോദരങ്ങളെ, ഈ ലോകത്തിൽ നമ്മെ നിർത്തിയിരിക്കുന്നതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ആമേൻ, സ്തോത്രം. ആ ഉദ്ദേശം നമ്മൾ കൂടി നിറവേറുന്നില്ല എങ്കിൽ സഹോദരങ്ങളെ, നാം ജഡീക മക്കളായിട്ട് തീരുന്നുവെന്ന് നാം മറന്നു പോകരുത്.
നാം ദൈവമക്കളല്ല, ആത്മീയ മക്കളല്ല എന്ന് നാം അറിഞ്ഞിരിക്കണം. അതേ ദൈവത്താൽ നാം ഒരു പുതുശക്തി പ്രാപിച്ച്, പുതുജീവൻ പ്രാപിച്ച്, അത് ഒരു പുതു ഉണർവ് പ്രാപിച്ച് ദൈവത്തോടു കൂടി നാം നടക്കുമ്പോൾ, ദൈവിക പ്രവർത്തനങ്ങളിൽ നാം പങ്കാളികളാകുമ്പോൾ, ആമേൻ, സ്തോത്രം, ആ ദൈവത്തോടു കൂടി നാം നടന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയുവാൻ കഴിയും. അതെ, ആ ദൈവിക പ്രവർത്തനം നമ്മൾ കൂടി നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയും. നമുക്ക് നമ്മുടെ സമയമായല്ലോ സഹോദരങ്ങളെ. ഒരു നിമിഷം കൂടി ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. റോമാലേഖനം 9:17 വാക്യത്തിൽ കൂടി ഇപ്രകാരം പറഞ്ഞു. നമുക്കത് ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി എന്ന് നമുക്കൊന്ന് ഏറ്റുപറയാം. ഇതിനായിട്ട് എന്നെ നിർത്തിയിരിക്കുന്നു എന്ന് നമുക്കൊന്ന് വിളിച്ചു പറയാം. ഈ ലോകത്തോട് നമുക്ക് വിളിച്ചു പറയാം. എന്നിൽ നിൻ്റെ ശക്തി കാണിക്കേണ്ടതിന് എന്നെ നീ നിർത്തിയിരിക്കുന്നു. നിൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിന് എന്നെ നീ നിർത്തിയിരിക്കുന്നു എന്ന് നമുക്ക് വിളിച്ചു പറയാം. സഹോദരങ്ങളെ, ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നേർന്നുകൊണ്ട് ഈ ചെറിയ പ്രസംഗത്തിൽ നിന്ന്, ധ്യാനത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, സ്തോത്രം, ആമേൻ.